ഹായ് എവരിവൺ. നെറ്റ് പരീക്ഷയുടെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ ഫ്രാക്ഷൻ എന്നുള്ള ഭാഗം പലർക്കും ഡിഫിക്കൽട്ട് ആണെന്ന് നമ്മുടെ എറണാകുളത്തെയും തിരുവനന്തപുരത്തേക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ കോഴിക്കോട്ടേക്ക് ഫ്രീ ആയിട്ടുള്ള ഓഫ്ലൈൻ കോച്ചിങ് 6 മാസത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓറിയന്റേഷൻ സെഷൻ ഈ 19-ാം തീയതി ജൂലൈയിലാണ് നടക്കുന്നത്. നിങ്ങൾ അതിന് മുമ്പ് വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ താഴെ ഫോമുകളുണ്ട്, അത് ഫില്ല് ചെയ്യുക. അത് വന്ന് അറ്റൻഡ് ചെയ്യുന്ന ഏറ്റവും ടോപ്പിലെത്തുന്ന 100 പേർക്കാണ് ഫ്രീ സെഷൻ ഉള്ളതെന്ന് ഓർക്കുക. ഇവിടെ നമ്മൾ ഫ്രാക്ഷന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് കുട്ടികൾ വിട്ടുപോകുന്ന തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്ത നിങ്ങളൊരു പിസയാണെന്ന് സങ്കല്പിച്ചു. ഒരു പിസയുടെ ഒരു പാർട്ടും 1/8 ആയിട്ട് ഡിവൈഡ് ചെയ്ത പിസയുടെ ഒരു പാർട്ടും വ്യത്യസ്തമാണെന്നുള്ള ഐഡിയ ഇല്ലാത്തതാ. കാര്യം ആഡ് ചെയ്യാനായിട്ട് പറയുമ്പോൾ പല കുട്ടികളും 1/4 + 1/8 എടുക്കുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ ഇതിൻ്റെ റേഷ്യൂസ് തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഫ്രാക്ഷൻസ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യണമെങ്കിൽ ഡിവിഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഈ പ്രശ്നമില്ല കേട്ടോ. ആഡ് ചെയ്യുമ്പോഴും സബ്ട്രാക്ട് ചെയ്യുമ്പോഴും ആണ് ഈ പ്രശ്നമുള്ളത്. ഡിനോമിനേറ്റേഴ്സ് ഒരേപോലെ ആയെങ്കിൽ, ഒരേ സംഖ്യ ആയെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഇവിടെ എന്ത് ചെയ്യാം? ഈ 4നെ 8 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 2 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഒരു ഫ്രാക്ഷനിൽ നിങ്ങൾ ഈ പ്രിൻസിപ്പിൾ കൂടി ഓർക്കുക. വാല്യൂ ചേഞ്ച് ആവാതിരിക്കണമെങ്കിൽ മുകളിലും താഴെയും ഒരേ നമ്പർ വെച്ച് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ നമുക്ക് ചെയ്യാം. അപ്പൊ ഇതെന്തായിട്ട് മാറും? മുകളിലും താഴെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2/4 ആവും. ഇവിടെ 2/8 ആകും. 4 8 ആവും, 1 2 ആവും. പ്ലസ് ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ആകെ കുളമായി പോവാണല്ലോ. പ്ലസ് 1/8 വരും. അപ്പൊ രണ്ടും കൂടി കൂട്ടുമ്പോൾ 3/8 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. ഒരു ഉദാഹരണം കൂടി കാണിക്കാം. 1/3 + 2/5. ഏറ്റവും എളുപ്പമുള്ള വഴി, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ LCM ഒക്കെ എടുക്കണമെന്ന് പറയുമായിരുന്നു. ഏറ്റവും എളുപ്പമുള്ള വഴി എന്താ? ഇവിടെ ഉള്ള 5 വെച്ച് 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ഉള്ള 3 വെച്ച് 2 സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 × 5 5 ഡിവൈഡഡ് ബൈ 5 × 3 15 പ്ലസ് 2 × 3 6 ഡിവൈഡഡ് ബൈ 5 × 3 15. ആൻസർ എത്രയായി? ഇനി എളുപ്പം. ഇനി 5ഉം 6ഉം സാധാരണ അഡീഷനിലെ പോലെ നമുക്ക് കൂട്ടാം. ആൻസർ 11/15 എന്നുള്ളത് കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ പരിപാടി. ബേസ് കോമൺ ആക്കുക, ഡിനോമിനേറ്റർ കോമൺ ആക്കുക. ഒരു സബ്ട്രാക്ഷനൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേഗം വൈൻഡ് അപ്പ് ചെയ്യാം. 2/5 മൈനസ് 2/7. ഇവിടെയും ഡിനോമിനേറ്റർ വ്യത്യസ്തമോ. ഒരേപോലെ ആക്കാൻ എന്ത് ചെയ്താൽ മതി എന്നാ പറഞ്ഞേ? മുകളിലും താഴെയും 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ മുകളിലും താഴെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 × 7 14, താഴെ 7 × 5 35, 14/35 മൈനസ് ഇവിടെ 10/35. കോമൺ ഡിനോമിനേറ്റർ വരികയെന്നേ ഉള്ളൂ, പിന്നെ യൂഷ്വൽ ഡിവിഷൻ. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 14 - 10 4/35 കിട്ടും. നെറ്റ് പരീക്ഷയിൽ ഈ ഫ്രാക്ഷന്റെ ആപ്ലിക്കേഷൻ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യാനും DIയിലും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക് ഏതാണ് നിങ്ങൾക്ക് ക്ലാസ് വേണ്ടതെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്